ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ നമ്മളുടെ ന്യൂസിൽ ഇങ്ങനെ റെലവൻ്റ് ആയിട്ടിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നു, നമ്മളുടെ ഇൻഫർമേഷൻ ടെക്നോളജി IT കമ്പനികളിലൊക്കെ സെക്ഷൽ ഹരാസ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളൊരു കമ്പനിയിൽ പുതിയതായിട്ട് ജോലി ചെയ്യാണ്, കോർപ്പറേറ്റ് ഓഫീസിലൊരു ജോലിക്ക് ജോയിൻ ചെയ്യുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്ക് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് അവർ തരും. അപ്പം അത് മാൻഡേറ്ററി ആണ്. നമ്മൾ ആ ട്രെയിനിങ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റും എഴുതി പാസ്സായിട്ട് അതൊരു മാൻഡേറ്ററി ട്രെയിനിങ് ആണ്. എന്നിട്ടാണ് നമ്മൾ ജോലി വരെ സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ ആ ട്രെയിനിങ്ങിൽ അവർ നമുക്ക് പറഞ്ഞു തരും, നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ഏത് ഇമെയിൽ ID-യിലോട്ടാണ് നമ്മൾ കംപ്ലയിൻറ്റ് അയക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി എല്ലാം ഉണ്ടാവും, ഇൻറ്റേർണൽ കമ്മിറ്റി ഉണ്ടാവും എല്ലാ കമ്പനികളിലും. അപ്പം ഏത് ID-യിലോട്ടാണ് കംപ്ലയിൻറ്റ് അയക്കേണ്ടത്, എങ്ങനെയാണ് കംപ്ലയിൻറ്റ് റേസ് ചെയ്യേണ്ടത്, അതിനൊക്കെയുള്ള ക്ലിയർ സ്റ്റെപ്സൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. സോ നമ്മളത് ഫോളോ ചെയ്താൽ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു സെക്ഷൽ അബ്യൂസോ ഹരാസ്മെൻറ്റോ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വരട്ടെ, അതൊരു കമ്പനിയുടെ ഇപ്പോൾ ഡയറക്ടർ ലെവലിലൊക്കെ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്നാന്ന് വരട്ടെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവർ ഈ പറയുന്ന ഇമെയിൽ ID-യിലോട്ട് നമ്മൾ ഇമെയിൽ അയക്കണം. അപ്പം ഇമെയിൽ അയച്ചു കഴിയുമ്പോൾ ആ കമ്മിറ്റി ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, റിസർച്ച് ചെയ്യും. എന്നിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ സമയം കൊണ്ട് ഈ ഡയറക്ടർ ലെവലിലുള്ള ആൾ ഇതിനെക്കുറിച്ച് അറിയും. അപ്പം നമ്മുടെ പണി പോവും. അപ്പം നമുക്ക് ഇങ്ങനെ പതിയെ റിസൈൻ ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങാം. അല്ലെങ്കിൽ പിന്നെ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർ നമ്മളെ പൊതുവിൽ ഓർഗനൈസേഷനിൽ മോശമായിട്ട് ചിലപ്പം ചിത്രീകരിച്ചെന്ന് വരും. അപ്പം നമുക്ക് നാണം കെട്ടിട്ടാണെങ്കിലും റിസൈൻ ചെയ്ത് ഇറങ്ങാം. അപ്പം പൊതുവിൽ ഇങ്ങനെയൊക്കെയാണ് എല്ലാ കോർപ്പറേറ്റ് ഓഫീസസിലും സംഭവിക്കുന്നത്. എല്ലാ ഫീൽഡിലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുന്നത്.